വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടോ. ഇവിടെ അങ്ങല്ല, അങ്ങ് അടിമാലി ചോർദാ ചേച്ചി എന്നും പറഞ്ഞ് പോയിരുന്നതല്ല കേട്ടോ. എന്റെ ഇത്താത്തനൊക്കെ കസിന്റെ ആയിരുന്നു. അപ്പൊ അവര് പോയപ്പോ കൂടെ ഞാനും കയറി പോയി. നീ വിളിക്കാത്ത കല്യാണത്തിന്റെ വരവിനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കല്യാണം മാത്രമല്ല കേട്ടോ, ഒരു സ്ഥലം കാണാനുണ്ടായിരുന്നു. എന്റെ ഇത്താത്തന്റെ ഹസ്ബൻഡാണ് പാച്ചു. അപ്പൊ അവരൊക്കെ ആദ്യം താമസിച്ചിരുന്നത് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അടിമാലിക്കടുത്ത്. അപ്പൊ ആ വീടിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. ആ വീടിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീടെങ്കിൽ തൊട്ട് ഫ്രണ്ടിലാണ്ട് വെള്ളത്തൂവൽ ഡാമും പിന്നെ വെള്ളച്ചാട്ടം. നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ കല്യാണത്തിന് അംഗൻവാടി പാച്ചുവിന്റെ തള്ളിമറിക്കലാണോന്ന് അറിയില്ല. അപ്പൊ അടിമാലിയിലുള്ളവരാണെങ്കിൽ ഇത് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ആയിരുന്നാലും പണ്ട് താമസിച്ച സ്ഥലമൊക്കെ കാണുമ്പോ ഇങ്ങനെ നൊസ്റ്റാൾജിയ ഫീൽ വരില്ലേ, അതുപോലെ ആയിരുന്നു പാച്ചു വാ തോരാതെ സംസാരിക്കുന്നുണ്ടായിട്ടോ. അങ്ങനെ വെള്ളത്തൂവില് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ട മാമലക്കണ്ടമേ അല്ലായിരുന്നു ഇത്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മാമലക്കണ്ടായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടത്തിലൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഒന്ന് കാറ്റടിച്ച ഒരു തുള്ളി പോയാ പോയി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു മാമലക്കണ്ടത്തിന്റെ കിട. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഈ സെയിം സ്പോട്ടിൽ പോയിരുന്നു. അന്ന് നല്ല ഒഴുക്കുണ്ടായിരുന്നു, ചെറിയ രീതിയിലെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം പോയപ്പോ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇടാൻ പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് മീനുകളെ പിടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു സ്പോട്ടിന്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ മാമലക്കണ്ട സ്കൂള്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് പിള്ളേരൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.